വേലായുധനെ കുത്തിയത് ചാച്ചപ്പനും ബെൻസണും പീറ്ററും ചേർന്നാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഈ പറഞ്ഞ 3 പേരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവാകുന്നു. വിഷ്ണു കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ വിഷ്ണുവിനെ നിരുപാധികം വിട്ടയക്കുന്നു. കേസ് ജയിക്കുമ്പോൾ ഞാൻ അങ്ങനെ അതിര് കടന്ന് സന്തോഷിക്കാറില്ല സർ. കാരണം എൻ്റെ വിജയത്തിന് എൻ്റെ പ്രയത്നം മാത്രമല്ല, നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ പോരായ്മ കൂടി ചേരുമ്പോഴേ എൻ്റെ വിജയമാവും. ആ പോരായ്മ പരിഹരിച്ച് മുന്നേറാൻ ഭാഗ്യമെന്ന 2 അക്ഷരം കൂടി വേണം. അടുത്ത കേസിൽ അങ്ങനെയൊരു ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എതിർഭാഗം വക്കീൽ ഞാനല്ലെങ്കിൽ. ഇതിപ്പോ 2ാമത്തെ തവണയാണ് എനിക്ക് രക്ഷകനായിട്ട് വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് തരണ്ട. അതിന്റെ ആളെ ദേ ഈ നിൽക്കുന്ന ആളാ. വിശ്വാസമാവുന്നില്ലേ? ചാച്ചപ്പനെയും കൂട്ടരെയും കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞതാണ് ഈ കേസ് നമ്മൾ ജയിക്കാൻ കാരണം. ഹാജരാക്കിയാൽ മാത്രം പോരാ, അവര് കോടതിയിൽ കുറ്റം ഏറ്റു പറയുകയും വേണം. അതിന് രണ്ടിനും അവർ തയ്യാറായത് ശാലിനിയുടെ മുഷ്ടിയുടെ ചൂടാ. മുഷ്ടിയുടെ ചൂടോ? എനിക്ക് മനസ്സിലായില്ല. അതെ, വലിയ ഗുണ്ടയാണെന്ന് പറഞ്ഞ് ശാലിനിയുടെ മുന്നിലേക്കൊന്നും ചെന്നേക്കല്ലേ. എടുത്തൊടുത്ത് ഭിത്തിയിൽ തേച്ച് കളയും. എടോ, എന്തുകൊണ്ടേ ഇയാൾ ഈ കേസ് വാദിക്കുന്ന പോലെ സംസാരിക്കുള്ളൂ? സസ്പെൻസ് പൊട്ടിക്കില്ല. ഇയാൾ കാര്യം പറയാം, എന്തുകൊണ്ടേ? ചെറിയൊരടിയൊക്കെ ഞാനും നടത്തി. അടിയോ? എവിടെ എവിടെ? ഭാര്യയുടെ ആങ്ങളെ അളിയൻ എന്ന് തന്നെ വിളിക്കേണ്ടത്. പക്ഷേ വിളിച്ച് ശീലിച്ചതുപോലെ തന്നെ വിളിക്കാം. എന്റെ വിഷ്ണു മാർക്കറ്റിനകത്തേക്ക് കയറി ചാച്ചപ്പന്റെ തട്ടകത്ത് ചെന്ന് ചാച്ചപ്പനെയും ഗുണ്ടകളെയും കളക്ടർ അടിച്ചിട്ടിട്ടാ കോടതിയിൽ ഹാജരാക്കിയത്. എടോ, ശരിക്കുണ്ടായി അങ്ങനെയൊക്കെ? എന്റെ വിഷ്ണു ശാലിനിയുടെ അടി കൊണ്ട് വരണ്ടു പോയ ചാച്ചപ്പനും ഗുണ്ടകളും ഇനി ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, എവിടെ വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാന്ന് താണ് വീണ് കേണ് പറയുമായിരുന്നു. ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യമെന്ന് കവി പാടിയിരിക്കുന്നത് വെറുതെയൊന്നുമല്ല. വിഷ്ണു കാണിച്ചിട്ടുള്ള പവറൊക്കെ ഈ ശാലിനിയിലേക്ക് ആവാഹിച്ച് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഉണർവ് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇതെന്താ?